ഞാൻ വർക്ക് ചെയ്ത വീട്ടിൻ്റെ മെയിൻ ഡോറാണ് ഈ കാണുന്നത്. ഇതിൻ്റെ മുകളിൽ അവർ ഡോർ എടുക്കുമ്പോൾ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഡോറ് കൊണ്ടുവരുമ്പോൾ ഒക്കെ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്റ്റിക്കർ ഒട്ടിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഡോറ് അതേപോലെ തന്നെ കൊണ്ടുവന്ന് ഫിറ്റാക്കി എല്ലാ പണിയും കഴിഞ്ഞ് ഫിനിഷാക്കി ലാസ്റ്റ് പറിക്കാമെന്നുള്ള നിലക്ക് അവർ വെച്ചതാണ്. ഇത് നന്നായിട്ട് ഇപ്പോൾ ചൂട് കൊണ്ടിട്ട് ആ സ്റ്റിക്കർ എന്തായിട്ടുണ്ട്, ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡോർ ഫിറ്റാക്കി ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ നമ്മൾ എന്താക്കുക, പെട്ടെന്ന് പറിച്ച് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ പിന്നീട് നമുക്ക് പറിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നന്നായിട്ട് ചൂടൊക്കെ കൊണ്ട് അതിൻ്റെ മുകളിൽ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. പിന്നെ ഇതിങ്ങനെ മുറിഞ്ഞ് വരികയും ചെയ്യുക. അതിപ്പോൾ നമ്മൾ സാധാരണ റൂഫിംഗ് ഷീറ്റ് എടുക്കുമ്പോൾ അതേപോലത്തെ സ്റ്റിക്കർ ഉണ്ട്. പിന്നെ അതേപോലെ പുതിയ വണ്ടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് ആ പുതുമ അങ്ങനെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ സ്റ്റിക്കറൊക്കെ അവിടെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെയിൽ കൊണ്ടിട്ട് പിന്നീട് പറിക്കാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ചില സ്ഥലത്ത് പറിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് പറിച്ചിട്ടുണ്ട്. എന്നാലും ഒരു ഒട്ടിപ്പുണ്ട് നമ്മൾ തൊടുമ്പോൾ. ഇവിടെ ഇപ്പോൾ പറിച്ചതാണ്. ഈ ഒരു ഭാഗത്ത് കിട്ടുന്നില്ല. അതേപോലെ ഈ ഭാഗത്തും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇത് മിക്ക ബാത്റൂമിൻ്റെ ഡോറിന് അതേപോലെ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ പല മെറ്റീരിയൽ എടുക്കുമ്പോൾ ഇതേപോലെ വരുന്നുണ്ട്. വീട്ടുകാർക്ക് ഇതിനെ പറ്റിയിട്ട് വല്ല അറിവുണ്ടാവില്ല, പണിക്കാർ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അപ്പോൾ പെയിൻറ്റർക്ക് അറിയാത്തതുകൊണ്ട് തന്നെ വേറെ ആരോടോ ചോദിച്ചപ്പോൾ തിന്നർ യൂസ് ചെയ്താൽ പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെറും പൊട്ടത്തരം മാത്രമാണ്. കാരണം തിന്നർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പോളിഷ് കാര്യങ്ങളൊക്കെ മങ്ങേ ചെയ്യുക. അപ്പോൾ പുറത്ത് നമ്മൾ പ്ലാസ്റ്റിക് കവർ ഒട്ടിച്ചിട്ട് തിന്നർ മുകളിൽ തേച്ചതിനെ കൊണ്ട് യാതൊരു കാര്യമില്ല. തിന്നറിലൊന്നും ഇത് പോകാൻ വേണ്ടിയിട്ട് ചാൻസ് വളരെ കുറവാണ്. തിന്നർ ഉപയോഗിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. അത് മെല്ലെ നമ്മൾ ഇരുന്നിട്ട് പറിച്ചെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതിലൊന്നും കെമിക്കലോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ഇവിടെ വീട്ടുകാർ അതങ്ങനെ തന്നെ നിന്നോട്ടെ, എല്ലാ വർക്കും കഴിഞ്ഞ് നമ്മൾ പറിച്ച് കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് അവരങ്ങനെ വെച്ചത്. ബാക്ക് ഭാഗത്ത് പെട്ടെന്ന് പറിക്കാൻ കിട്ടുന്നുണ്ടായിരുന്നു, ചൂട് ഓവർ അടിക്കാത്തതുകൊണ്ട് തന്നെ. ഇത് വെയിലടിക്കുന്ന സ്ഥലത്തൊക്കെയാണ് ഇങ്ങനെയെങ്കിൽ പെട്ടെന്ന് പറിച്ച് ഒഴിവാക്കുക.